ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മനാലി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ട്രിപ്പ് മോഡ് ഓണാക്കി വർക്കൊക്കെ കഴിഞ്ഞ് ലോഗ് ഔട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിയതിന് ശേഷം ഞാൻ എണീച്ച് റെഡിയായി. ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 5:30-ക്കാണ്. സോ 4:30-ക്ക് ഞങ്ങൾ എയർപോർട്ടിൽ എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ് ചെറുപ്പത്തിൽ ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചതൊക്കെ പുറത്താണ്, അച്ഛൻ ആർമിയിലായതുകൊണ്ട്. ബട്ട് കുറേ കൊല്ലത്തിന് ശേഷമാണ് ഐ ആം ഗോയിങ് ടു നോർത്ത് സൈഡ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്ലസ് ഫ്ലൈറ്റിലും ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. സോ ഐ വാസ് കൈൻഡ് ഓഫ് ഒരു പേടി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി, ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മനാലി. ഫസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഫസ്റ്റ് ട്രിപ്പ് അല്ലേ നമ്മുടെ ഔട്ട്സൈഡ് കേരള. അപ്പം അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. എൻ്റെ സീറ്റിൽ ഞാൻ കംഫർട്ടബിളായിട്ട് ഇരുന്ന്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഐ വാസ് എല്ലാം ഞാൻ നോക്കി ഒബ്സർവ് ചെയ്യായിരുന്നു, ഏതൊക്കെയാണ് നടക്കുന്നതെന്ന്. ചിലവർക്കിത് കേൾക്കുമ്പോൾ അയ്യോ ഇതെന്താ ഇത് വിചാരിക്കും, സില്ലി ആയിട്ടുള്ള കാര്യമാണല്ലോ വിചാരിക്കും. ബട്ട് എനിക്ക് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എല്ലാം നമ്മുടെ സ്കൈ എങ്ങനെയാണ്, ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എയർ ഹോസ്റ്റസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാം ഞാൻ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ആൻഡ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് സരോജിനീൻ്റെ അടുത്താണ്. സോ ഞങ്ങൾ അങ്ങോട്ടാണ് ഡയറക്റ്റ് പോയത്. ആൻഡ് ഡൽഹി എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ആ ഒരു ഏരിയയിൽ. ആൻഡ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. റൂം നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ലിറ്ററലി ഷോക്ക്ഡായി. റീസൺ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ അത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഒരു വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലിറ്ററലി ഷോക്ക്ഡായി. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ബുക്ക്ഡാണ്. അവർക്ക് 11-11:30 വരെ വെയിറ്റ് ചെയ്യണം, അവർക്ക് ക്ലീൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഞങ്ങൾ അടുത്തുള്ള വേറെ റൂംസൊക്കെ നോക്കി. ആൻഡ് കുഴപ്പമില്ലാതെ നല്ല വൃത്തിയുള്ളൊരു റൂം ഞങ്ങൾക്ക് കിട്ടി. ആൻഡ് അവിടെ നിന്ന് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. ചേട്ടൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, പുള്ളിക്കാരിനെ മാറ്റി വേണ്ടിയിട്ട്. ആളെന്നെ മീറ്റ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പം ഭയങ്കര പൊല്യൂഷനും ഉണ്ട്. പൊല്യൂഷനും ചൂടും കാരണം ഈ ഒരു സാധനം മൊത്തമാണ്. അവിടെ ഏതാണ് ചേട്ടന് ഇഷ്ടപ്പെടാത്തൊരു സാധനം? ഈവൻ ദോ ഇവിടെ ഭയങ്കര എന്താ പറയാ, ഈ ഒരു ഏരിയ ഹൈടെക് ആയിട്ടുള്ളൊരു ഏരിയ അല്ലേ. പക്ഷേ അല്ല, ഈ ഒരു ഏരിയ കുറച്ച് പോഷ് കൈൻഡ് ഓഫ് ഏരിയ ആണ്. പക്ഷെ സ്റ്റിൽ ഇവിടെ തീരെ ക്ലീൻ അല്ല. എന്തിന്റെ സ്മെല്ലാണ്? യൂറിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മാസ്ക് ഇടാതെ നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം ഭയങ്കര ക്ലീൻ അല്ലേ. ഞാൻ നേരത്തെ ക്ലീൻലിനെസ്സിനെ കുറിച്ച് പറഞ്ഞത് ഒരു സ്റ്റേറ്റിനെയും താഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം ആൻഡ് പെത്തറ്റിക് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഡൽഹിയിൽ തീരെ വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. ഭയങ്കര യൂറിൻ സ്മെല്ലാണ്. ആൻഡ് മാസ്ക് ഇടാതെ നടക്കാൻ പറ്റില്ല. എനിക്ക് ഈവൻ വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ആൾക്കാരൊന്നുമല്ല. എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വച്ഛതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? ആ ഒരു സ്വച്ഛത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് അവിടെ ക്ലീൻ അല്ല? എനിക്കതാണ് മനസ്സിലാവാത്തത്. അങ്ങനെ ഞങ്ങൾ സരോജിനി നഗർ എത്തി. ആൻഡ് ഐ വാസ് റിയലി എക്സൈറ്റഡ്. എനിക്ക് ഇങ്ങോട്ട് വരാനായിരുന്നു താല്പര്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആഗ്രഹിച്ച സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. മേ ബി എൻ്റെ ടൈം ലിമിറ്റ് ആയിരിക്കാം, എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഞാൻ വാങ്ങിയത്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡു കമൻറ്റ്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് Day 1 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡൽഹി ജസ്റ്റ് ഒന്ന് ചെറിയ സ്ഥലത്ത് കറങ്ങി, ഐ മീൻ സരോജിനി നഗറിൽ കറങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. ആൻഡ് ഇന്ന് തന്നെയാണ് മനാലിക്ക് ഞങ്ങൾ പോകുന്നത്. ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നാളെ ഒരു രാവിലെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ മനാലിയിൽ എത്തും. അപ്പോൾ Day 2 നമുക്ക് മനാലിയിൽ വെച്ചിട്ട് കാണാം.